നമ്മളുടെ എല്ലാവരുടെ വീട്ടിലുള്ളതല്ലേ ഈ വാസ്ലിൻ. അപ്പോൾ പലരുടെ വീട്ടിലത് കളഞ്ഞിട്ടുണ്ടായിരിക്കും, പലരുടെ വീട്ടിലത് ഇങ്ങനെ അലമാരിയിൽ ഇങ്ങനെ പൂത്തി സ്റ്റോർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ എടുത്തോട്ടെ. നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട് കേട്ടോ. 18 ഉപയോഗങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇതാണ് നമ്മളുടെ തലമുടിയുടെ ഡാമേജ് ആയിട്ടുള്ള ഈ ഹെയറിൽ നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത്. അപ്പോൾ ഈ മിക്കവരുടെയും ഉണ്ടാകുന്ന സംഭവമാണല്ലോ മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ മുടിയുടെ അറ്റം ഒന്ന് വെട്ടി കളയുക കേട്ടോ. പിളർന്ന മുടിയുടെ അറ്റം വെട്ടി കളയുക. അതിനുശേഷം നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ മുടിയുടെ അറ്റത്തെ ഭാഗത്ത് നമ്മളുടെ ഈ ഒരു വാസലിൻ്റെ ഇത് നമ്മളൊന്ന് തൂക്കുക. ഒരു നുള്ളിൽ നമ്മൾ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് വിടുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ മുടി ഒന്ന് പിന്നിട്ട് മടക്കി കെട്ടി വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ അറ്റം പിന്നെ നിങ്ങളുടെ മുടിയുടെ അറ്റം പിളരാതിരിക്കും കേട്ടോ. രണ്ടാമത്തെ ടിപ്സ് പറഞ്ഞുതരാം. നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് മുടി മൊത്തത്തിൽ ഇങ്ങനെ ചകിരി പോലെ ഇരിക്കുന്നൊരു ടൈം വരുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഇടുമ്പോൾ ഷാമ്പൂ ഇടുമ്പോൾ കൂടിപ്പോവും. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഞെട്ടി അങ്ങനെയുള്ള സമയത്ത് വാസലിൻ നമ്മൾ ചെറുതായിട്ടൊന്ന് തലയിലൊന്ന് തൂത്ത് തുടച്ചിട്ട് ഒന്ന് തല ചീകി കൊടുത്താൽ മതി കേട്ടോ. അവിടെ മുടി നല്ല ഇതായിട്ടിരുന്നോളൂ കേട്ടോ, നല്ല ഒരു സ്റ്റിഫായിട്ടിരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈ ചെയ്യുമ്പം ഞെട്ടിയുടെ ഒക്കെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഡൈ വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വീഴാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പം നിങ്ങൾ ഡൈ ചെയ്യാൻ നേരത്ത് നെറ്റിയുടെ ആ ഒരു ഭാഗത്തേക്ക് ഇത്തിരി വാസലിൻ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഡൈ ചെയ്യുവാണെങ്കിൽ ആ നെറ്റിയിലേക്ക് വരുന്ന ആ ഒരു കളർ അങ്ങനെ വീഴാതിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്യൂടെക്സ് ഒക്കെ ഇടുന്ന ടൈമിൽ ഈ ക്യൂടെക്സ് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ടും നമ്മളെ ഒരു കൈയുടെ ആ ഭാഗത്തെ ചുറ്റും ഇത് വാസലിൻ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഡയപ്പർ ഇടുന്ന ടൈമിൽ നമ്മൾ അരയുടെ ഭാഗം അതുപോലെ ബാക്കി ഭാഗമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് ഒരു ഡ്രൈ ആയിട്ട് ഇരിക്കാറുണ്ട്, അതുപോലെ ചൊറിച്ചിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ കുട്ടികളുടെ അരയുടെ ഭാഗത്ത് ഒടിയുടെ ഒക്കെ ഭാഗത്ത് നമ്മൾ വാസലിൻ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സ്നഗ്ഗിയൊക്കെ ഇടുന്ന ടൈമിൽ അവർക്ക് ഒത്തിരി ഇറിറ്റേഷൻ ഇല്ലാതിരിക്കും കേട്ടോ. അതുമാത്രമല്ല പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമ്മൾ പാഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ചൊറിച്ചിൽ അതുപോലെ ഇറിറ്റേഷനൊക്കെ അതും ആ ഒരു രീതിയിൽ മാറിപ്പോകും കേട്ടോ. അതുപോലെ പാദം വിണ്ടി കീറുന്നതിന് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വാസലിൻ പാദത്തിൽ നമ്മളിങ്ങനെ തൂത്ത് കൊടുത്തതിന് ശേഷം ഒരു സോക്സ് ഇട്ടതിന് ശേഷം നിങ്ങൾ കിടക്കുവാണെങ്കിൽ ആ പാദത്തിൻ്റെ ആ ഒരു വിണ്ടി കീറൽ മാറുകയും ചെയ്യും, കാല് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മൂക്കിൻ്റെ 2 സൈഡിൽ പൊട്ടി ചുമന്നൊക്കെ വരുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ 2 സൈഡിലും കുട്ടികൾക്ക് വാസലിൻ തൂത്ത് കൊടുക്കുവാണെങ്കിൽ ആ മൂക്ക് പൊട്ടാതിരിക്കും കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് ആ ഒരു വേദന അത് മാറിക്കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ നല്ലൊരു മേക്കപ്പ് റിമൂവറും കൂടിയാണ് കേട്ടോ ഈ വാസലിൻ. നമ്മൾ ചുണ്ടത്ത് ലിപ്സ്റ്റിക് ആണെങ്കിലും അതുപോലെ കൺമഷിയൊക്കെ ഇടുമ്പം തെറ്റിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരന്ന് പോകുന്ന ടൈമിലൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു വാസലിൻ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പിരികത്തിന് നല്ല കട്ടിയുള്ള പിരികമാണെങ്കിൽ പിരികം നല്ല ഷേപ്പാക്കി വെക്കാനായിട്ട് ഈ ഒരു വാസലിൻ ജസ്റ്റ് ഒന്ന് പിരികത്ത് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിരികം നല്ലൊരു ഷേപ്പിൽ ഇരുന്നോളൂ കേട്ടോ. അതുപോലെ ചുണ്ട് നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആ ടൈമിലാണ് ഇത് വാസലിൻ തൂത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ചുണ്ടിൻ്റെ ഒരു വരൾച്ച മാറ്റുവാനും ചുണ്ട് വിണ്ടുകീറുന്നത് മാറാനും നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഇതുപോലൊക്കെ കിടക്കുന്ന മോതിരങ്ങൾ ടൈറ്റായിട്ട് നമുക്ക് ഊരാൻ പറ്റാതൊക്കെ വരുന്ന ഒരു ടൈമിൽ ആ കൈയുടെ ആ ഒരു വിരലിൻ്റെ ഇടയിൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇത്തിരി വാസലിൻ തൂത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇത്തിരി വാസലിൻ തൂത്ത് കൊടുത്തതിന് ശേഷം ആ മോതിരം ഒന്ന് ഇളക്കി നമുക്കത് പെട്ടെന്ന് തന്നെ ആ ഒരു മോതിരം നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കുട്ടികളുടെ കൈയെ അധികം വേദന എടുക്കാത്ത രീതിയിൽ തന്നെ നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ കയ്യിൽ നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് എടുക്കുന്ന വള, അപ്പോൾ ഈ ഒരു വള എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ഞാനത് ഇടാറില്ല. അപ്പോൾ തന്നെ ആ കയ്യിൽ നല്ല ടൈറ്റായിട്ട് എടുക്കുന്ന ഒരു വളയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വളകൾ ആരെങ്കിലും കയ്യിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് വാസലിൻ തൂത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ ഒരു രീതിയിൽ ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ തീരെ കുഞ്ഞു വളയാണ്. അപ്പോൾ അതായത് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള വളകളൊക്കെ ആരെങ്കിലും കയ്യിൽ കിടക്കേണ്ടതുണ്ടെങ്കിൽ ഊരാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാസലിൻ തൂത്തതിന് ശേഷം നിങ്ങൾക്കത് ഊരിയെടുക്കാം കേട്ടോ. അപ്പോൾ ടൈറ്റായിട്ട് എടുക്കുന്ന വളകളായിക്കോട്ടെ മോതിരം ആയിക്കോട്ടെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ തന്നെ അങ്ങോട്ട് ഊരാനായിട്ടും ഇടാനായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഇത് പറഞ്ഞുതരാം. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ കുപ്പികളൊക്കെ വിരലിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് കൊണ്ടുവരാറുണ്ടല്ലേ. അപ്പോൾ മിക്ക വീഡിയോയിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുപ്പികളൊക്കെ കയറ്റി വെച്ച് ടൈറ്റായിട്ട് കയ്യിൽ ജാമായിട്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ അത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാസലിനൊക്കെ ഉണ്ടെങ്കിൽ അത് തൂത്ത് കൊടുത്തതിന് ശേഷം അതങ്ങ് ഊരിയെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഈ കിടപ്പ് രോഗികളുണ്ടല്ലോ, ഈ അസുഖമായിട്ട് ഇങ്ങനെ കട്ടയിൽ തന്നെ കിടക്കുന്ന രോഗികളുടെ ഒക്കെ പുറം ഭാഗം ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതൊക്കെ കാണാറുണ്ട്, ചുമന്നൊക്കെ ഇങ്ങനെ കിടന്ന തൊലി പോയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇപ്പം കിടക്കുന്നതിന് മുന്നേ അവർക്ക് മേലൊക്കെ തുറച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വാസലിൻ എടുത്തിട്ട് ഒന്ന് പുറത്തൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തൂത്ത് കൊടുത്തിട്ടാണ് അവർ കിടത്തുന്നതെങ്കിൽ അങ്ങനെ പുറം ഒത്തിരി പൊട്ടിയിട്ട് ചുമന്നൊക്കെ പോവാതിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഒരു വയറിൻ്റെ ഒക്കെ ഭാഗത്തുള്ള സ്ട്രെച്ച് മാർക്സ് മാറാനായിട്ട്
നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ ഈ ഒരു ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വയറിൻ്റെ ഒക്കെ ഭാഗത്താണ് തൂത്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു സ്ട്രെച്ച് മാർക്സ് ഒക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അതുപോലെ ആ ഒരു ചൊറിച്ചിൽ അതൊക്കെ അങ്ങ് മാറിപ്പോകുള്ളൂ. കാണിച്ചു തരാം. നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് ലിപ്പ് ബാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതിപ്പോൾ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയ ലിപ് ബാമാണ്. അപ്പോൾ അല്ലാത്ത രീതിയിൽ വേറെ കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മൾ ലിപ്സ്റ്റിക്ക് നമുക്ക് ലിപ് ബാം ആക്കി ഇടാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് ലിപ്സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഒരു നുള്ളിൽ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു വാസലിനുണ്ടല്ലോ, ഈ ഒരു വാസലിനും കൂടി നിങ്ങൾ ശരിക്കും മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ലൊരു നമുക്ക് ലിപ് ബാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കേട്ടോ. നല്ല ലിപ് ബാം നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല കളറിലുള്ളത്. അപ്പോൾ നമുക്കത് സ്ഥിരം യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. നമുക്ക് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ടും ഈ ഒരു ലിപ് ബാം നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് ആരും ലിപ് ബാം വാങ്ങിക്കേണ്ട. നമുക്ക് ഈ ഒരു രീതിയിൽ വാസലിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലായിട്ട് നിങ്ങൾക്ക് ലിപ് ബാം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നാച്ചുറലായിട്ട് നമുക്ക് ലിപ് ബാം നമുക്ക് ക്യാരറ്റിൻ്റെ നീര് വെച്ചിട്ട് നമുക്ക് ലിപ് ബാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൽ നമുക്ക് ക്യാരറ്റിൻ്റെ നീര് നമുക്കൊരു ജസ്റ്റ് ഒരു ഇത്തിരി നമ്മളൊന്ന് ചീമ്പെടുത്തതിന് ശേഷം നമ്മളുടെ വാസലിൻ അതിൻ്റെ കൂട്ടത്തിലേക്ക് അങ്ങനെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കളഞ്ഞാൽ മതി. ആ വെള്ളം ഒന്ന് അങ്ങോട്ട് ഊർത്തി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു കട്ടയായിട്ടുള്ള ലിപ് ബാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കളറുള്ള ലിപ് ബാം നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ചുണ്ടിൻ്റെ കറുപ്പ് മാറാനായിട്ട് നമുക്ക് ഈ ഒരു ലിപ് ബാമിന് അത് ഇത്തിരി തേൻ ചേർത്തിട്ട് ഇത്തിരി നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടിട്ട് ആ പൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ചുണ്ടിലൊന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ചുണ്ടിൻ്റെ ഒരു ബ്ലാക്ക് ഒക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗിൻ്റെയൊക്കെ സിബ്, ഈ സിബിൻ്റെയൊക്കെ ഒരു ഭാഗം ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പം സിബ് പൊട്ടി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിബ് പെട്ടെന്ന് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് നമുക്ക് ആ ഒരു പൊട്ടിപ്പോവാത്ത ആ ഒരു സിബ് ലൂസ് ആവാനായിട്ട് നമുക്ക് ആ ഒരു സിബിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ വാസലുണ്ടെങ്കിൽ അത് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സിബ് ഇങ്ങനെ ലൂസായി തന്നെ ഇരിക്കുകയും ചെയ്യും, അത് തുരുമ്പ് പിടിച്ച് പോവാതിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ലെതർ ഷൂ ഉണ്ടല്ലോ, ലെതർ ഷൂ അതുപോലെ നമ്മൾ ലെതർ വാച്ചൊക്കെ ഒന്ന് ഗ്ലേസിങ് ആയിട്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഈ ഒരു വാസലിനൊന്ന് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാഗ് അതുപോലെ നമ്മുടെ വാച്ച് ലെതർ വാച്ച് അതുപോലെ ഷൂ ഒക്കെ നല്ലൊരു ഗ്ലേസിങ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല പുത്തം പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇട്ടൊക്കെയില്ല നമ്മൾക്ക് മണമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരമൊക്കെ ഒരു മണം നിൽക്കാനായിട്ട് നമ്മൾ കക്ഷത്തിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ ഇച്ചിരി വാസലിൻ തൂത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ നേരത്തേക്ക് ആ ഒരു മണം നീണ്ടു നിൽക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഈ വീടിൻ്റെയൊക്കെ നമ്മുടെ വാതിലിൻ്റെയൊക്കെ താഴും പൂട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ താഴും പൂട്ടൊക്കെ നമ്മൾ ഈ താക്കോല് തിരിക്കുമ്പം ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു തുരുമ്പിൻ്റെ ഇത് വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ വാസലിൻ്റെ അത് നമ്മൾ താക്കോലിൽ നിന്ന് മുക്കിയതിന് ശേഷം ആ ലോക്ക് നമ്മളൊന്ന് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് പെട്ടെന്ന് നമുക്കൊന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അത് ഒത്തിരി തുരുമ്പ് പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്കത് തിരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ നമ്മുടെയൊക്കെ കുട്ടികൾ കാതിലൊക്കെ ഇടുന്നത് വരവിൻ്റെയൊക്കെ കമ്മൽ, സ്വർണ്ണത്തിൻ്റെ കമ്മലൊക്കെ ഊരി വെച്ചിട്ട് വരവിൻ്റെ കമ്മലൊക്കെ എടുത്തിടാറുണ്ടല്ലോ നമ്മൾ മാച്ചെണ്ണയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ വരവിൻ്റെയൊക്കെ കമ്മലൊക്കെ ഇട്ടിട്ട് പിന്നെ സ്വർണ്ണത്തിൻ്റെ കമ്മലിട്ടുമ്പോൾ അത് കാതിലേക്ക് കയറാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ വാസലിന് ഇത്തിരി കാതിൽ തൂത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കമ്മൽ കയറ്റിയിടുവാണെങ്കിൽ അത് പെട്ടെന്ന് അത് കയറ്റിയിടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വാസലിനെ കുറിച്ചുള്ള നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിന് നല്ല ഉപകാരം കിട്ടുന്ന വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.